പോഷൻ ട്രാക്കറിൽ ഗുണഭോക്താക്കളുടെ പ്രൊഫൈലിൽ എങ്ങനെയാണ് റെസിഡൻറ്റ് ടൈപ്പ് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് റെസിഡൻറ്റ് ടൈപ്പ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് ഒരു ഗുണഭോക്താവ് നമ്മുടെ അംഗനവാടി ഏരിയയിലെ സ്ഥിര താമസക്കാരാണോ അതോ താൽക്കാലിക താമസക്കാരാണോ എന്നതിനെയാണ് റെസിഡൻറ്റ് ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ എങ്ങനെയാണ് റെസിഡൻറ്റ് ടൈപ്പ് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചും പിന്നീട് അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം പോഷൻ ട്രാക്കറിൽ ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ രജിസ്റ്ററുകൾ കാണാൻ സാധിക്കും. എല്ലാ ഗുണഭോക്താക്കളുടെ രജിസ്റ്ററിലും നമുക്ക് ഈ ഒരു റെസിഡൻറ്റ് ടൈപ്പ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റെസിഡൻറ്റ് ടൈപ്പ് ചേർക്കേണ്ട ഗുണഭോക്താവിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ റെസിഡൻറ്റ് ടൈപ്പ് ചേർക്കേണ്ട ഗുണഭോക്താവിൻ്റെ പേരിൽ തൊട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ താഴെയായിട്ട് ഇതേ രീതിയിൽ റെസിഡൻറ്റ് ടൈപ്പ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റെസിഡൻറ്റ് ടൈപ്പ് എന്നതിൻ്റെ നേരെ ചില പ്രൊഫൈലുകളിൽ പെർമനൻ്റ് എന്നും ചില പ്രൊഫൈലുകളിൽ ടെമ്പററി എന്നും ചില പ്രൊഫൈലുകളിൽ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുമാണ് കാണാൻ സാധിക്കുക. നമ്മുടെ അങ്കണവാടി ഏരിയയിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ള ഗുണഭോക്താക്കളെ പെർമനൻ്റ് എന്ന് സൂചിപ്പിക്കുന്നു. താൽക്കാലികമായിട്ടുള്ള താമസക്കാരെ ടെമ്പററി എന്നും സൂചിപ്പിക്കുന്നു. എന്നാൽ ചില ഗുണഭോക്താക്കളുടെ പ്രൊഫൈലിൽ റെസിഡൻറ്റ് ടൈപ്പ് എന്നതിന് നേരെ പെർമനൻ്റ് എന്നോ ടെമ്പററി എന്നോ കാണുകയില്ല. ഇതേ രീതിയിൽ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് ഡാഷ് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഇത്തരം ഗുണഭോക്താക്കളുടെ പ്രൊഫൈലിൽ റെസിഡൻറ്റ് ടൈപ്പ് നമ്മൾ ഒന്നും രേഖപ്പെടുത്താത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ റെസിഡൻറ്റ് ടൈപ്പ് ചേർക്കുന്നതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഒന്ന് ടെമ്പററി എന്നും മറ്റൊന്ന് പെർമനൻ്റ് എന്നും. നമ്മുടെ ഏരിയയിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ള ഗുണഭോക്താവിനെ നമ്മൾ പെർമനൻ്റ് എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. താൽക്കാലികക്കാരാണെങ്കിൽ ടെമ്പററി എന്നും മാർക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു സക്സസ് സ്ക്രീന് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയുള്ള ഡൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ റെസിഡൻറ്റ് ടൈപ്പ് എന്നതിൻ്റെ നേരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ഗുണഭോക്താക്കളുടെയും പ്രൊഫൈലിൽ റെസിഡൻറ്റ് ടൈപ്പ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗുണഭോക്താക്കളുടെ പ്രൊഫൈലിൽ റെസിഡൻറ്റ് ടൈപ്പ് എൻ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്.